അപ്പോൾ ഈ ഹജ്ജ് എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് പരിചിതമാകുന്നത് ഞങ്ങളുടെ അടുത്തൊരു ഹജ്ജുമ്മ താത്ത ഉണ്ടായിരുന്നു. ഹജ്ജിന് പോയി വന്നവരെയാണ് ഹജ്ജുമ്മ എന്ന് പറയുക. ചരിത്രത്തിൽ തന്നെ നമ്മൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ഹിന്ദു സന്യാസി ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ ഡിസ്ക്രിമിനേഷൻ സ്വഭാവം ഇല്ലാതെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമസ്കാരമാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, മുമ്പിൽ വരുന്നവർക്ക് മുമ്പിൽ നിൽക്കുക, സൊഫിൽ നിൽക്കുക, ബാക്കിൽ വരുന്നപ്പോൾ രാജാവാണെങ്കിലും മുമ്പിൽ നിൽക്കുന്ന സേവകനാണെങ്കിലും എല്ലാവരോടുള്ള പൊരുത്തം വാങ്ങുക. എൻ്റെ അച്ഛനമ്മമാരോടൊക്കെ പലരും വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ എന്താ അവരങ്ങനെ വന്ന് പറഞ്ഞു പോകുന്നത്, നമ്മളവരുടെ ആളുകളൊന്നും അല്ലല്ലോ. അപ്പം ഞാനൊക്കെ വിചാരിക്കും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല എന്ന് അറിയുമ്പോൾ പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളുമുണ്ട്. വെള്ളിയാഴ്ച ജുമാ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ഹജ്ജാണ്. ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്യമായ ഒരു സംവിധാനമാണ് അതിലൂടെ ഉള്ളത്. ആ അനുസരണം മതി, അതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ബൈബിളിൽ അങ്ങനെ ഒരു വാചകമുണ്ട്. തീ കത്തി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഓരോ സ്ഥലമുണ്ട്. എന്ന് എത്രയോ നൂറ്റാണ്ടുകളായി തീകൾ കത്തിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരിക്കലും വെള്ളം കിട്ടില്ല എന്ന് വിചാരിച്ച നടുക്ക് ഒരു മരുഭൂമിയിൽ വെള്ളം സുലഭമായി നല്ല വെള്ളം കിട്ടുമ്പോൾ തവാഫ് എല്ലാ അമ്പലങ്ങളിലും പ്രദക്ഷിണങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമല തീർത്ഥാടനമൊക്കെ ആണെന്ന് പണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊണ്ടുവരണേ എന്നാണ് പ്രാർത്ഥിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള വ്രതം തെറ്റിയാൽ പുലി പിടിക്കും, ആന പിടിക്കും എന്നൊക്കെയുള്ള ഇതുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം.